താങ്കൾ ഒരു മത്സരത്തിനൊക്കെ പോവാണല്ലോ ഇപ്പൊ? അതെ. അല്ലേ? എങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടത്? എന്റെ കോളേജിലായിരുന്നു ഓഡിഷനായിട്ട് അവർ വന്നത്. രാജഗിരി കോളേജ് സോഷ്യൽ സയൻസ്. അപ്പൊ അവിടെ ഒരു ഓഡിഷനായിട്ട് വന്നു. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചൊന്ന് പോയി. അപ്പം അന്ന് ആ ഓഡിഷന് സെലക്ഷൻ ആയി. പിന്നെ അത് കഴിഞ്ഞാൽ 1 വർഷത്തോളമായി ഞാനിപ്പം ചെയ്യുന്നു. 5 പാജൻസ് ചെയ്തു ഈ ഒരു വർഷക്കാലം കൊണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ എന്തുവാ പ്രിപ്പറേഷൻ ഒക്കെ എടുത്തിരിക്കുന്നത്? കുറെ പ്രിപ്പറേഷൻ ഉണ്ട്. മാസങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫിസിക് അതിന്റെ ഒരു പാർട്ടാണ്, സ്കിൻ കെയർ. അതേപോലെ തന്നെ നമ്മളുടെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോസ്റ്റ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി കുറെ കാലമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി ഇറ്റ് ഓൾ കംസ് ഔട്ട് റിയലി വെൽ. ഈ മിസ് ഗ്ലാം ഇന്റർനാഷണൽ എന്ന് പറയുന്നത് എന്താ സംഭവം? അതെ, അത് കുറെ വർഷമായിട്ട് പെഗസിസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ചെയ്യുന്നത്. കുറെ ഡിഫറെന്റ് കൺട്രീസിന് ആൾക്കാർ വരുന്നുണ്ട്. റഷ്യ, ബ്രസീൽ, ഫ്രാൻസ് എന്നിങ്ങനെ കുറെ രാജ്യങ്ങളിൽ നിന്ന് അവരും കുറെ പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒരു പാജന്റ് ആണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ റിയലി ഡിഫിക്കൽട്ട് കോമ്പറ്റീഷൻ ആൻഡ് ഐ റിയലി ഹോപ്പ് ഐ കൻ മേക്ക് ഇന്ത്യ പ്രൗഡ്. ഈ പ്രാവശ്യം ഇന്ത്യൻ ആയിരിക്കും പ്രതിനിധീകരിക്കുന്നത്. അവിടെ ബുദ്ധി പരീക്ഷണം ഉണ്ടോ? ഓ, തീർച്ചയായിട്ടും. ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ആയിട്ടും പിന്നെ അതല്ലാതെ സ്റ്റേജിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും. താങ്കൾ ഏത് കോഴ്സിനാണ് പഠിക്കുന്നത്? ഞാനിപ്പം BBA ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞു, ഇന്നലെ ഗ്രാജുവേറ്റ് ചെയ്തു. ഓക്കെ, നന്നായി വരട്ടെ, ഇന്ത്യ പ്രതിനിധീകരിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.